ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 54. ശിക്ഷിക്കുന്നതല്ല രക്ഷിക്കുന്നതാണ് ഗുരുധർമ്മം. ഭാഗം 54. ശിക്ഷിക്കുന്നതല്ല രക്ഷിക്കുന്നതാണ് ഗുരുധർമ്മം ഇവിടെ ആരംഭിക്കുന്നു. അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപത്തായുള്ള മടപ്പള്ളിയോട് ചേർന്ന് ഉടമസ്ഥനില്ലാത്ത കുറേ സ്ഥലമുണ്ടായിരുന്നു. അവിടെ ക്ഷേത്രത്തിലുള്ളവർ മരച്ചീനി, ചേന, കാച്ചിൽ, വാഴ, ചേമ്പ് തുടങ്ങിയ കൃഷികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം മടപ്പള്ളിക്ക് തൊട്ടടുത്ത് നിന്നിരുന്ന നല്ല ഇനം ഒരു വാഴയിലെ അസാമാന്യ വലിപ്പമുണ്ടായിരുന്ന ഒരു കുല ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. ആ വിവരമറിഞ്ഞ് ആശ്രമത്തിലുണ്ടായിരുന്ന കുമാരനും, പിൽക്കാലത്ത് മഹാകവിയായി തീർന്ന കുമാരനാശൻ, മറ്റു ചില അന്തേവാസികളും വളരെ ക്ഷോഭിച്ചു. അന്ന് ആ സ്ഥലം കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരാളുണ്ടായിരുന്നു. നാടാൻ എന്നായിരുന്നു എല്ലാവരും അയാളെ വിളിച്ചിരുന്നത്. വാഴക്കുല അയാൾ തന്നെയാണ് മോഷ്ടിച്ചിട്ടുള്ളത് എന്നതിൽ ആർക്കും സംശയമുണ്ടായിരുന്നുമില്ല. അതിനാൽ അടുത്ത ദിവസം തന്നെ അയാൾക്കെതിരെ ആശ്രമത്തിലുണ്ടായിരുന്ന ഒരു സന്യാസിയെ വാദിയാക്കി ഒരു കേസ് കൊടുത്തു. ഗുരുദേവനോട് വളരെയേറെ ആദരവുണ്ടായിരുന്ന കെ. പത്മനാഭൻ തമ്പിയായിരുന്നു അക്കാലത്ത് നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റായിരുന്നത്. ആ നാടാൻ്റെ പക്കൽ നിന്നും പോലീസ് കളവ് മുതൽ കണ്ടെടുത്തു. അടുത്ത ദിവസം തന്നെ അയാളെ കോടതിയിൽ ഹാജരാക്കി. മോഷ്ടിക്കപ്പെട്ടത് ക്ഷേത്രം വക മുതലാകയാൽ മജിസ്ട്രേറ്റിന് മോഷ്ടാവിനോട് അളവറ്റ ദേഷ്യവും ഉണ്ടായിരുന്നു. അതിനിടയിൽ അയാളെ ക്ഷേത്രപ്പറമ്പിൽ വെച്ച് തന്നെ മുക്കാലിയിൽ കെട്ടി അടിക്കുന്നതിനുള്ള ഒരു വിധി മജിസ്ട്രേറ്റ് കൽപ്പിക്കുവാൻ പോകുന്നു എന്നൊരു വാർത്ത കാട്ടുതീ പോലെ അവിടമാകെ പരന്നു. ആ ദിവസങ്ങളിൽ ഗുരുദേവൻ തിരുവനന്തപുരത്തായിരുന്നു. അരുവിപ്പുറത്തേക്കുള്ള മടക്കയാത്രയിൽ നെയ്യാറ്റിൻകര ടൗണിൽ വന്നപ്പോൾ ആ വിവരങ്ങളെല്ലാം ഗുരുദേവൻ അറിയുകയുണ്ടായി. അപ്പോൾ വളരെ വ്യസനത്തോടെ ആ കാരുണ്യമൂർത്തി കൂടെയുണ്ടായിരുന്നവരോട് ഇപ്രകാരം പറഞ്ഞു: ഇനി നാം അവിടെ വരുന്നില്ല. സന്യാസിമാരുടെ ഹൃദയത്തിൽ ഇങ്ങനെ രാഗദ്വേഷം നട്ടുവളർത്തിയാൽ ഇനി അവിടെ സന്യാസികൾ തമ്മിൽ കുത്തും വെട്ടും കൊലയും നടക്കും. ആ സാധുവിനെ ക്ഷേത്രപ്പറമ്പിൽ വെച്ച് കെട്ടിയിട്ടടിച്ചാൽ ആ ആർത്തനാദ കലുഷമായ വായു സന്യാസിമാർക്ക് ശ്വസിക്കുവാൻ കൊള്ളുകയില്ല. അതുകൊണ്ട് നാം വേറെ എവിടേക്കെങ്കിലും പോയിക്കൊള്ളാം. അരുവിപ്പുറത്തേക്കുള്ള ആ മടക്കയാത്ര ഉപേക്ഷിച്ച് ഗുരുദേവൻ കരിങ്കുളത്തുള്ള ഒരു ഭക്തൻ്റെ ഭവനത്തിലേക്ക് പോയി. അവിടെ ഒരു ദിവസം വിശ്രമിച്ചു. ആ വിവരമറിഞ്ഞ കുമാരൻ ഉടനെ മജിസ്ട്രേറ്റിൻ്റെ അടുക്കലെത്തി ഗുരുദേവൻ്റെ വ്യസനവും അഭിപ്രായവും അദ്ദേഹത്തെ അറിയിച്ചു. മോഷ്ടാവാണെങ്കിലും അയാളെ ശിക്ഷിക്കുന്നത് ഗുരുവിന് അഹിതമാണെന്ന് മജിസ്ട്രേറ്റ് പത്മനാഭൻ തമ്പി മനസ്സിലാക്കി. അതിനാൽ ഗുരുദേവനോടുള്ള തൻ്റെ ആദരവിൻ്റെ സൂചകമായി അയാളെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാമെന്ന് അദ്ദേഹം കുമാരന് ഉറപ്പു നൽകി. കുമാരൻ അരുവിപ്പുറം ക്ഷേത്രത്തിലെ ചില അന്തേവാസികളും ഒന്നിച്ച് അപ്പോൾ തന്നെ കരിങ്കുളത്തെത്തി. ഗുരുദേവനെ കണ്ട് എല്ലാ വിവരങ്ങളും ധരിപ്പിക്കുകയും തങ്ങൾക്ക് പറ്റിപ്പോയ പിഴവിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു. ശിക്ഷിക്കുന്നതിനല്ല രക്ഷിക്കുന്നതിനാണ് ഗുരുധർമ്മം വഴികാട്ടുന്നതെന്ന് ശിഷ്യന്മാർക്ക് ആ സംഭവത്തിലൂടെ വെളിവാക്കി കൊടുക്കുകയായിരുന്നു ഗുരുദേവൻ. കരൾ നൊന്തു കരയുമ്പോൾ അരികത്തണയുവാൻ ഗുരുവല്ലാതാരുണ്ടു വേറെ, ഞങ്ങൾക്ക് ഗുരുവല്ലാതാരുണ്ടു വേറെ. നിഴൽ പോലെ ഞങ്ങളുടെ കൂടെ നടക്കുവാൻ ഗുരുവല്ലാതാരുണ്ടു വേറെ, ഞങ്ങൾക്ക് ഗുരുവല്ലാതാരുണ്ടു വേറെ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 54. ശിക്ഷിക്കുന്നതല്ല രക്ഷിക്കുന്നതാണ് ഗുരുധർമ്മം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.